ചിന്താപ്രഭാതം. പകരത്തിനു പകരം എന്നത് നീതിയല്ല, പകയാണ്. ദുർവ്യാഖ്യാനം നടത്തി നീതിക്കും ന്യായത്തിനും രൂപമാറ്റം പോലും സംഭവിച്ചിട്ടുണ്ട്. തനിക്കിൽ സംഭവിച്ച അതേ ദുരന്തങ്ങൾ അയൽക്കാരന് സംഭവിക്കുമ്പോൾ ദുഃഖം പാതിയാകുന്നതും, തനിക്ക് ലഭിച്ച അതേ സൗഭാഗ്യം ശത്രുവിന് ലഭിക്കുമ്പോൾ സന്തോഷം നിലയ്ക്കുന്നതും മനോഭാവത്തിന്റെ പ്രശ്നമാണ്. തുല്യ വിപത്ത് വരുന്നത് നീതിയും തുല്യ ഭാഗ്യം വരുന്നത് അനീതിയുമാകുന്നത് എങ്ങനെയാണ്? ദുരന്തം നൽകിയവർക്ക് അതേ ദുരന്തം തിരിച്ചു നൽകുന്നത് നീതിയല്ല, സ്വാർത്ഥതയാണ്. പകരം വീട്ടലിനു വേണ്ടി ചിലവഴിക്കുന്ന സമയവും സമ്പത്തും പരസ്പരം മനസ്സിലാക്കുന്നതിനായി മാറ്റിവെച്ചിരുന്നെങ്കിൽ പക ഒരു പകർച്ചവ്യാധിയെപ്പോലെ പടരുകയില്ലായിരുന്നു. ദ്രോഹിക്കാനുള്ള കാരണം തലച്ചോറിൻ്റെയും ക്ഷമിക്കാനുള്ള കാരണം ഹൃദയത്തിൻ്റെതുമാണ്. ചിലപ്പോഴൊക്കെ പുഞ്ചിരി നല്ലൊരു പ്രതികാരത്തിൻ്റെ ഫലം ചെയ്യും. ഒത്തിരി ഇഷ്ടത്തോടെ